നമ്മളെ ബിഗ് ബോസിന് വരുന്നതിന് മുമ്പ് കുറെ അധികം വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സ്റ്റാർ ആയിട്ടൊക്കെ നിൽക്കുന്ന നമ്മളെ ഒമർക്കയുടെ അഥവാ ഒമർ ലുലുവിന്റെ പുതിയ പടമാണ് ബാഡ് ബോയ്സ്. ബാഡ് ബോയ്സിന്റെ ഒഫീഷ്യൽ ടീസർ റിലീസ് ആയിട്ടുണ്ട്. ഇതിൽ നമുക്കൊരു മാസ് ലുക്കിൽ നമ്മുടെ പണ്ടത്തെ 80s നായകൻ റൊമാൻറ്റിക് ഹീറോ റഹ്മാൻ ഉണ്ട്. അതേപോലെ ബാബു ആന്റണി ഉണ്ട്, ധ്യാനിന്റെ മുഖം കാണുന്നുണ്ട്, അങ്ങനെ കുറെ ആളുകളുണ്ട്. സോ ഒമർ ലുലുവിന്റെ ഒരു പ്രത്യേക ഒരു മേക്കിംഗ് നമുക്ക് അറിയാലോ. കുറച്ച് പടങ്ങളും ഫ്ലോപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ നല്ല പടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരു എന്റർടൈനർ ആണ് സംഭവം. സോ അതിന്റെ ഒഫീഷ്യൽ ടീസറാണ്. ഏതായാലും കൂടുതൽ വർത്താനമില്ല, ലെറ്റ്സ് ഗോ ആൻഡ് വാച്ച് ബാഡ് ബോയ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബാൾഡ് ആൻഡ് ബിയേർഡ് റിയാക്ഷൻ. ഓക്കെ ഗൈസ്, അപ്പോൾ ഒമർക്കന്റെ ബാഡ് ബോയ്സ് സ്റ്റാർട്ട് ഹിയർ. ബാഡ് ബോയ്സ് ഇവിടുത്തെ ഒരു പഴയ ക്ലബ്ബാണ്. ആൻഡപ്പൻ, ചിണ്ടപ്പൻ, ചക്കര, അലോഷ് ഇവരൊക്കെയാണ് ഇതിന്റെ മെയിൻ ആൾക്കാർ. പിന്നെ ഇവന്മാർ ബാഡ് ആണെന്ന് വെച്ചാൽ ഗുഡാണ്. അവന് തലയടിച്ചു പൊളിക്കാൻ എവർഗ്രീൻ സ്റ്റാർ റഹ്മാൻ. ആൻഡപ്പനാണ് ഈ ബാഡ് ബോയ്സ് ടീമിന്റെ ഉടയോൻ. ആൻഡപ്പൻ, മേക്കാട്ടുകുളം ആൻഡപ്പൻ. സദ്യക്ക് പപ്പടം മാത്രമേ ഒരുത്തിനെ വെട്ടി ജയിലിൽ പോയിരുന്ന തുടക്കം. എല്ലാരും ഉണ്ടല്ലോ. നാട്ടിൽ തല്ലുണ്ടാക്കി നടക്കുന്ന ലോക്കൽ സ്റ്റാഫ് ടീമാണ്. ഓണത്തിനാണ് പടം. ഒരു ലുക്കാണ് കേട്ടോ റഹ്മാൻ. ഒന്നല്ല വനമാല സൂപ്പർ സ്റ്റാർ ഒമർ ലുലു ഇസ് ബാക്ക്. അബു ആന്റണി. ഈ പ്രാവശ്യത്തെ ഓണം ബമ്പർ നമുക്ക് തന്നെയാണ്. ലാസ്റ്റ് വന്ന രണ്ട് മുഖങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ബാബു ആന്റണി, ധ്യാൻ. ഞാൻ വിചാരിച്ചു എവിടെയാണ് സംഭവം, പേരെഴുതി കാണിക്കുന്നുണ്ട്. ഏതായാലും ബാബു ആന്റണി, ധ്യാൻ എന്നത് ലാസ്റ്റ് രണ്ട് ഇൻട്രോ, ധ്യാനും ബാബു ആന്റണി. ബാബു ആന്റണിന്റെ മുഖം ഇപ്പോഴും സ്ക്രീനിൽ കാണിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ആവേശമാണ്. പ്രത്യേകിച്ച് 90s കിഡ്സിനൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പണ്ടത്തെ ബാബു ആന്റണിന്റെ കുറെ പടങ്ങൾ നമ്മൾ ഇരുന്ന് കണ്ടാണ്. മൂപ്പര് വില്ലനായിട്ടുള്ളതും ഈ നായകന്റെ ഒപ്പരാണ് ബാബു ആന്റണി എന്ന് അറിയുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട്, ത്രില്ലുണ്ട്, വേറൊന്നും പറയണ്ടാവില്ല. പിന്നെ അതേപോലെ ധ്യാൻ പിന്നെ പറയണ്ട, നമ്മുടെ സോഷ്യൽ മീഡിയ സ്റ്റാർ തന്നെയാണ്. പിന്നെ എനിക്ക് ഇതില് റഹ്മാൻ എവർഗ്രീൻ സ്റ്റാർ എന്ന് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. മലയാളത്തിലും തമിഴിലും മൂപ്പര് കുറെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് ആ ഒരു ടൈറ്റിൽ എവർഗ്രീൻ സ്റ്റാർ എന്ന് പറയുന്ന റഹ്മാന് കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാല് വെരി അണ്ടർ റേറ്റഡ്, നമ്മൾ മലയാളികൾ അണ്ടർ റേറ്റഡ് ചെയ്ത ഒരു നടനാണ്, അല്ലെങ്കിൽ സംവിധായകർ ചെയ്തൊരു നടനാണ്. ഒരു സ്റ്റാർ തന്നെയാണ് റഹ്മാൻ, എപ്പോഴും ഉണ്ട്. അതായത് മമ്മുക്ക ലാലേട്ടൻ സ്റ്റാർ ആയിട്ടുണ്ടാവുന്ന സമയത്ത്, അതായത് മമ്മുക്ക സൂപ്പർ സ്റ്റാർ ആയിരുന്നു അന്ന്. ആ ടൈമിൽ ലാലേട്ടൻ ഇങ്ങനെ വേഷങ്ങളൊക്കെ ചെയ്ത സമയത്ത് അവരെ സൈഡായിട്ട് ഉയർന്നു വന്നൊരു താരാണ് അന്നത്തെ റൊമാൻറ്റിക് ഹീറോ, അന്നത്തെ ഒരു ന്യൂ ജനറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. പണ്ടത്തെ കോളേജ് കുമാരികളുടെ എന്താണ് സ്വപ്ന സുന്ദരനൊക്കെ ആയിരുന്നു റഹ്മാൻ. ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ എവിടെയോ എന്തോ പറ്റി. പിന്നെ അങ്ങോട്ട് നമ്മൾ കണ്ടിട്ടേ ഇല്ല. പിന്നെ കുറെ വരുന്നത് പിന്നെ കുറച്ച് തമിഴ് സിനിമയിലും അങ്ങനെയൊക്കെ തെലുങ്കിലെ സിനിമയൊക്കെ മുഖം കാണിച്ചിട്ടുണ്ട്, വില്ലനായിട്ടും സൈഡ് റോളൊക്കെ ആയിട്ട് കുറെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് റഹ്മാന്റെ മുഖം ഓർമ്മ ചെയ്യുന്ന ബാച്ചിലർ പാർട്ടിയാണ്. അതില് മൂപ്പര് തകർത്താടിയിട്ടുണ്ട്. എല്ലാവരും ആസിഫ് അലിയും കലാമണി എല്ലാവരും ഉണ്ടായ ഒരു വിനായകൻ എല്ലാവരും ഉണ്ട്. സോ അതില് പക്ഷെ ഡബ് ചെയ്താണ് മൂപ്പരെ സൗണ്ട്. എനിക്ക് തോന്നുന്നു ഇതില് ഡബ് ചെയ്തതല്ല, മൂപ്പരെ ഒറിജിനൽ സൗണ്ട് ആണെന്ന് എനിക്ക് തോന്നുന്നു. കുറെ കണ്ട് തമിഴിലാണെങ്കിലും തെലുങ്കിലാണെങ്കിലും മൂപ്പര് ഡബ് ചെയ്യുന്നത് മൂപ്പരെ സൗണ്ട് വെച്ചിട്ടല്ല എന്നാണ് എൻ്റെ ഒരു അറിയില്ല. സോ ഇതിൽ എനിക്ക് തോന്നുന്നു ഡബ് ചെയ്ത് മൂപ്പര് തന്നെയാണെന്ന് തോന്നുന്നു. ആൻഡ് സ്റ്റൈൽ വേറെ ലെവൽ, ആ ഒരു ഗ്ലാസും ആ ഒരു ജുബയും കളർഫുൾ ആ സാധനം. ആൻഡ് 19 വയസ്സായി, 54-60 വയസ്സായി മൂപ്പർക്ക്. 54 പോരാ, 60 അപ്പൊ ആ ലെവലിൽ നിൽക്കുന്ന മനുഷ്യൻ ഇപ്പോഴും ഗ്ലാമർ എവർഗ്രീൻ സ്റ്റാർ എന്നുള്ള ടൈറ്റിൽ ശരിക്കും യോജിക്കുന്നത് റഹ്മാൻ തന്നെയാണ്. ആൻഡ് ഒരുപാട് പടങ്ങൾ വരണം റഹ്മാന്റെ ഒക്കെ, ഒരുപാട് പടങ്ങൾ നമുക്ക് നോക്കാം ഇങ്ങനെ വരുന്ന പ്രതീക്ഷിക്കുന്നത്. മൂപ്പര് നല്ലൊരു കാലിബറുള്ള ഒരു ആക്ടർ കൂടിയാണ്, സ്റ്റൈലിഷ് ആണ് മൂപ്പര്. ഈ ഒരു വയസ്സിലും മമ്മൂക്കേനെ പോലെ ആ ഒരു സ്റ്റൈൽ കീപ്പ് ചെയ്യുന്ന ഒരു ആക്ടർ കൂടിയാണ് റഹ്മാൻ, നമ്മുടെ സ്വന്തം റഹ്മാൻ.
സോ ഗൈസ് ഒമർ ലുലുവിന്റെ പടം കൂടിയാണ്. സോ ഒമർ ലുലുവിന്റെ കുറച്ച് പടങ്ങളൊക്കെ നമുക്കറിയാം, ചവറ് പടങ്ങൾ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ നല്ല പടങ്ങൾ, ക്ലീൻ എന്റർടൈനർ പടങ്ങൾ മൂപ്പര് ഇറക്കിയിട്ടുണ്ട്. സോ ഓണത്തിന് ആര് തൂക്കുന്നില്ല നമുക്ക് നോക്കാം. ARM തൂക്കോ അല്ലെങ്കിൽ ഒമർ ലുലുക്ക് തൂക്കോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. എനിവേ നല്ലൊരു എന്റർടൈനർ ആണ്, പോസിറ്റീവ് ആണെങ്കിൽ പിള്ളേരൊക്കെ കയറി മേയും തിയേറ്ററിൽ. സോ അത് ഉറപ്പാണ്. സോ വെയിറ്റിംഗ് ഫോർ ബാഡ് ബോയ്സ് ആൻഡ് വെയിറ്റിംഗ് ഫോർ ഒമർ ലുലു ആൻഡ് ടീം. So guys, once again, thank you so much guys for watching. Subscribe and like and marakanda, and keep watching and remember the name Bald and Beard Reacts.